ഇന്ന് നമുക്കൊരു പിക്നിക്കിന് പോയാലോ? ഇന്ന് കോർക്കിലുള്ള ഗോഗൻപാറയിലേക്കാണ് പോകുന്നത്. അതൊരു സ്മോൾ ബ്യൂട്ടിഫുൾ ലേക്ക് സൈഡ് ലൊക്കേഷനാണ്. ഞങ്ങൾ കുറച്ച് ഫാമിലി എല്ലാം കൂടി ഒരുമിച്ചാണ് അങ്ങോട്ട് പോയത്. പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണത്. അവിടെയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു ചെറിയൊരു ടൈനി ചാപ്പലുണ്ട്. ഇവിടെ 6th സെഞ്ച്വറിയിലും കണ്ടുണ്ടാക്കിയതാണ് ആ ഒരു ചാപ്പൽ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്താണെങ്കിൽ അവിടെ ഒരു ഐറിഷ് വെഡ്ഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമായിട്ട് ഒരു ഐറിഷ് വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെയുള്ള ചാപ്പൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതായതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ വരികയും വന്ന് സ്പെഷ്യൽ ഒക്കേഷനൊക്കെ അവരവിടെ നടത്താറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചർച്ചിനകത്ത് ഞങ്ങൾ കയറിയില്ല, കാരണം അവിടെ വെഡ്ഡിങ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പക്ഷേ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. നമുക്കാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ച് മെറ്റേണിറ്റി ഷൂട്ടോ കപ്പിൾസ് ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ഉള്ള ഒരു സ്ഥലമാണത്. ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അകത്തോട്ട് പോയി. കുറേ മൗണ്ടൻസും ലേക്കും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് കുറേ ഫോട്ടോസ് എല്ലാവരും കൂടെ എടുത്തു. പിന്നെ ഫാമിലി ആയിട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബോറടിയൊന്നും തോന്നിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മൾ അങ്ങനെയങ്ങ് പോയി. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാ ചാപ്പലിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണേ. അപ്പം എന്താ പറയുക, നമ്മളിലെ കുരിശിൻ്റെ വഴി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെയും ഞങ്ങൾ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ആരെയും ശല്യപ്പെടുത്തണ്ടെന്ന് വെച്ചു, കാരണം അവിടെ ഒരു വെഡ്ഡിങ് ഒക്കെ നടക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അവിടെ നിന്ന് ബഹളമൊന്നും വെക്കാതെ ഞങ്ങൾ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കണ്ട് കുറേ ഫോട്ടോസൊക്കെ എല്ലാവരും സെക്ഷനായിട്ട് ഫോട്ടോസ് എടുത്തു. ഫാമിലി പിക്ചറും കപ്പിൾസ് ഫോട്ടോയും പിള്ളേരെ വെച്ചിട്ട് ഫോട്ടോസ്. പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മൾ അവിടെയൊക്കെ നിന്നൊന്ന് എല്ലാം ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് അടുത്ത ഒരു സ്ഥലത്തോട്ട് പോകാമെന്ന്. അതിനടുത്ത് തന്നെയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് പാർക്കുണ്ട്, ബാംബു പാർക്കൊക്കെ ആയിട്ട്. കുറച്ച് നല്ല നല്ല ഭംഗിയാണ്. അതുവഴി നമുക്കിങ്ങനെ നടക്കുവാനും കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു. ഇവിടെ നിന്നിട്ടാണ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിക്കേ. അവിടുത്തെ മൗണ്ടൻസിൻ്റെയും ആ സീനറിയൊക്കെ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടെ. എനിക്കിഷ്ടമായി. പിള്ളേരും എല്ലാം അവിടെ ഓടിക്കളിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമേ നമ്മളവിടെ നിന്നുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി. അത് ഫോറസ്റ്റ് പാർക്കിലോട്ടായിരുന്നു പോയത്. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ആ സൈഡിൽ പോയി ഇരിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഒരു ടെൻഷനായി, ഇനി അങ്ങോട്ടെങ്ങാനും വീഴുമോ എന്ന്. പിള്ളേരൊക്കെ അല്ലേ, കുരുത്തക്കേട് കാണിച്ചാലോ എന്നൊരു ചെറിയൊരിതുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇന്നലത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലായിരുന്നു. നല്ല വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തണുപ്പൊക്കെ ആണല്ലോ. ഇതാണ് ഫോറസ്റ്റ് പാർക്കിലോട്ട് പോയി അവിടെ പാർക്ക് ചെയ്യാൻ നമ്മൾ പൈസ കൊടുക്കണം. അതിനകത്ത് വിസിറ്റ് ചെയ്യാൻ നമ്മൾ പൈസ കൊടുക്കണം. എൻട്രി ഫീസ് ഉണ്ട്. എന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ കാർ പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഓൾറെഡി ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇതുവഴി ഇങ്ങനെ ബാംബു പാർക്കിലോട്ട് നടക്കുമായിരുന്നു. നടന്ന് കുറച്ച് നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ അതിനകത്ത് കുറേ ഫോറസ്റ്റ് പാർക്ക് പോലെയല്ലേ, അപ്പോൾ നമുക്ക് അതിനകത്ത് നടക്കാനും കാണുവാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ അവിടെ ഓടിക്കളിക്കുകയും അവർക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു ദിവസമായിരുന്നു അവർക്കും. അതിനകത്തോട്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇത് ആമ്പൽക്കുളമോ താമരയോ ഏതാണ്ടാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ അത്രയ്ക്ക് അടുത്തോട്ട് പോയില്ല. ഇനി എങ്ങനെ കാലൊക്കെ മുങ്ങി പോകുന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ കുറേ അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഓൾറെഡി ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് നമ്മളെല്ലാം അവിടെ ഇരുന്നു. ആ സ്ഥലത്ത് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കുറേ വീണ്ടും കുറച്ച് മുമ്പോട്ട് പോയി. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. പിന്നെ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അകത്തോട്ട് പോവുക, കാണുക. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും മെല്ലെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇവിടെ ആണെങ്കിൽ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നവരെയൊക്കെ കണ്ടു. പക്ഷെ ഞങ്ങളാരും അതിനകത്ത് കയറിയില്ല. ഇനി അടുത്ത ടൈം ആട്ടെ, അതൊക്കെ ഒന്ന് നോക്കണം. ഇതുവഴിയൊക്കെ ഞങ്ങളിങ്ങനെ നടന്ന് കുറേ ദൂരമൊക്കെ അകത്തോട്ട് പോയി വെറുതെ അതൊക്കെ
വായി നോക്കി നടന്നു. അവിടെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ആയിട്ടായതുകൊണ്ട് വലിയ ബോറടിക്കാനൊന്നും തോന്നിയില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ ഒരു രസമായിരിക്കും തോന്നി. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മളിപ്പം മീൻസ് ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുന്നത്, കുറച്ച് കഴിയുമ്പോഴത്തേക്കൊരു ബോറടിക്കുമല്ലോ. ഇത് കണ്ടോ, അവിടെ കുറേ ബോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനൊക്കെ ആയിട്ട് അവർ അതിൻ്റെ സർവീസും ഉണ്ട്. ഇവിടെയും പിന്നെ ഇരിക്കാനൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയും കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും ഇങ്ങനെ നടക്കും. അപ്പോൾ പിന്നെ നമുക്ക് ടയേർഡ് ആവത്തില്ല. ഇതൊരു ബ്യൂട്ടിഫുൾ സ്ഥലമായിരുന്നേ. അവിടെ ഇന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അതിനിടയ്ക്കാണ് ഞാനിവിടെ എന്താ ഇത് എന്തോ നമ്മുടെ നാട്ടിലത്തെ മൾബറി പോലെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളോ ഏതാണ്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും കഴിച്ചൊന്നും നോക്കിയില്ല. കഴിച്ച് കഴിഞ്ഞ് വല്ല വിഷമോ വല്ല ആണെങ്കിലും ഇവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച്